മേയർ പ്രഖ്യാപനത്തിൽ അതൃപ്തി പരസ്യമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് ആർ ശ്രീലേഖ. സ്ഥാനം വാഗ്ദാനം ചെയ്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് അവസാന നിമിഷം വാക്കുമാറ്റിയെന്നാണ് ശ്രീലേഖ തുറന്നടിച്ചിരിക്കുന്നത്. അതായത് തന്നെ പറഞ്ഞു പറ്റിച്ചു എന്ന് തന്നെ പറയുകയാണ് ശ്രീലേഖ. അപ്പോൾ തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് ഇതേപ്പറ്റി എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഒന്നും കൂടി ആലോചിച്ചിട്ട് നമുക്ക് ഇപ്പൊ വന്നിരിക്കുന്ന മേയർ വി രാജേഷ് അതിന് യോഗ്യനുള്ള ആളാണ്. വോട്ട് പിടിച്ചൊരു ആളെ വേണം, അതാണ് അവരുടെ ലക്ഷ്യം. അങ്ങനെ അവരെ വിളിച്ച് നിർത്തി ജയിച്ചു. രാഷ്ട്രീയമായിട്ട് പാരമ്പര്യമൊന്നും ഇല്ലാത്തവരെ വെട്ടി എങ്ങനെ നിൽക്കും? അവരൊരു IAS കാരിയാണ്, അവർ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലും. മേയർ സീറ്റ് വാഗ്ദാനം കൊടുത്ത് അവരെ ഇവിടെ നിർത്തി ജയിപ്പിച്ചെടുത്തു എന്ന് പറയുന്നതിനോട് എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെന്ന് പറയാനാ, അവര് തന്നെ പറഞ്ഞു കഴിഞ്ഞു, അവരെ പറ്റിക്കാണ് എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന കുറച്ചും കൂടെ തോന്നിയുണ്ടായി മാറ്റാൻ കാരണം ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കല്ലേ കൊടുക്കേണ്ടത്, അവരിപ്പം കയറിയിട്ടല്ലേ ഉണ്ടാവും. അവരെ പറ്റിച്ച് നമ്മൾ തോന്നണില്ല. അവർ പറഞ്ഞത് വീട്ടിൽ നമ്മൾ ഒരു സുഹൃത്തുക്കളെ പോലെ അവർ നോക്കുന്നൊക്കെ പറഞ്ഞാണ് വോട്ട് വീടുകളിൽ പോയി വാങ്ങിച്ചത്. ഇപ്പൊ ഒറ്റയടിക്ക് അവരുടെ സ്വഭാവം മാറി. പേരിൽ മാത്രമുള്ള ഈ ഓമനത്വം പ്രവൃത്തിയിൽ വെറും ദാറിയ മോന.